ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു അയലക്കറിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ മീൻകറി വെക്കുമ്പോൾ ചാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മല്ലിപ്പൊടി കൂടുതൽ ചേർക്കും, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കും, അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുകയോ തേങ്ങാപ്പാൽ ചേർക്കുകയോ ചെയ്യും. അതൊന്നുമില്ലാതെ വളരെ രുചിയുള്ള ഒരു മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല കൊഴുപ്പോട് കൂടിയ ചാറാണ് ഇതിനുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല അയലക്കറി. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ അയില കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്, 3 പച്ചമുളക്, ഒരു ഇടത്തരം സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, ആകെ ഒരു 15-20 ഉള്ളിയുണ്ട്. അതിൽ ഒരു 4-5 എണ്ണം കടുക് വറക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, ചെറുതായിട്ട് അരിയണം. ബാക്കി ഞാൻ കീറി വെച്ചിരിക്കുന്നതാണ്. വഴറ്റിയെടുക്കാനുള്ളതാണ് സവാള. ഇതെല്ലാം കൂടെ ഒരു തക്കാളിപ്പഴം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കാണും, ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇതിനകത്ത് ഈ മീൻകറിക്കകത്ത് അല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പിഞ്ച് ഉലുവാപ്പൊടി, ഇത് വറുത്ത് പൊടിച്ച ഉലുവയാണ്, ഒരു വലിയ കഷ്ണം കൊടംപുളി ചെറുതായിട്ട് നുറുക്കി വെള്ളത്തിലിട്ടിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കടുക്, ഒരു പിഞ്ച് ഉലുവ, വെളിച്ചെണ്ണ, വെള്ളം, കറിവേപ്പില. Cook with Sophie, sharing 40 years experience. ഇതിനു വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. മീൻകറി സാധാരണ മൺചട്ടിയിൽ വെക്കുന്നതാണല്ലോ നല്ലത്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. ആ കൂടെ തന്നെ നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇത് ഒത്തിരി ചുവന്ന് വരുമൊന്നും വേണ്ട. ഇത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലോ അതിൽ കുറച്ചോ വെച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്കൊരു 4-5 കറിവേപ്പില ഇടാം. സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളിപ്പഴം ചേർക്കാം. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, ഒരു തക്കാളിപ്പഴം മതി. നമ്മൾ ബാക്കി അതിൻ്റെ കൂടെ കൊടംപുളി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് വഴന്ന് വരണം, ഒന്ന് നന്നായിട്ടൊന്ന് ചൂട് കയറി ഒന്ന് വഴന്ന് വരണം. അതായത് തക്കാളിപ്പഴത്തിൻ്റെ പച്ചപ്പൊന്ന് മാറിക്കിടണം. തക്കാളിപ്പഴത്തിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടി ചേർക്കുന്നതാണ് ഈ മീൻകറിയുടെ പ്രത്യേകത തന്നെ. എന്നാൽ ഒത്തിരി കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുകയില്ല. ഉലുവാപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ച് ഉലുവ ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കണമെന്നില്ല, കറിയാക്കുമ്പം ചേർത്താൽ മതി. പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. തീ ഏറ്റവും കുറച്ച് വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. ഒത്തിരി വെളിച്ചെണ്ണയൊന്നും ചേർത്തില്ല, അതുകൊണ്ട് മൺചട്ടിയും കൂടി ആയതുകൊണ്ട് അടി പിടിക്കാൻ തുടങ്ങും. അത് നമ്മൾ കുത്തി ഇളക്കിയെടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വെക്കാം. നമ്മൾ വഴറ്റിയെടുത്ത ഈ കൂട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റായിട്ട് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമുക്കിനി ഇത് കറിയാക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ മൺചട്ടി, ആ ചട്ടി തന്നെയാണ് ഇന്ന് കഴുകി എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്.
കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുന്നതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഒരു നുള്ളു ഉലുവ മതി. അതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ചേർക്കാം. പച്ചമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റണം. അന്നേരം ഉള്ളിയും ചുവന്ന് കിട്ടും. പച്ചമുളകിൻ്റെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് ഒത്തിരി വഴറ്റിയൊന്നും വേണ്ട. നമ്മളിതെല്ലാം നന്നായിട്ട് വഴറ്റിയാണ് അരച്ചത്. അതുകൊണ്ട് ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അതൊരു മീഡിയം ഫ്ലെയിമിലോ അതിൽ താഴെയോ വെച്ചാൽ മതി. ഒന്ന് ശരിക്ക് തിളച്ച് കിട്ടിയാൽ മതി. ഇത് ഇപ്പോൾ ഈ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. പുളി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി കുറച്ച് വെള്ളത്തിലാണത് കുതിരാൻ വെച്ചത്. ഇനി അല്പം തീ കൂട്ടി കൊടുക്കണം. തിളച്ച് വരുമ്പോൾ ഒന്ന് വറ്റി പോകില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്ക് ആവശ്യമുള്ള ഗ്രേവി എത്രയാണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ചാറൊന്ന് തിളച്ചോട്ടെ. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചട്ടി ഒന്ന് എടുത്ത് ചുറ്റിച്ച് വെക്കാം. ഒന്ന് ശരിക്ക് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയും ഒന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ചിട്ട് മൂടി വെക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ കൈകൊണ്ട് ഇടുവോ എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് ഞാൻ ചൂടാക്കി പൊടിച്ച ഉലുവാപ്പൊടിയാണ്. പച്ചപ്പൊടിയാണെങ്കിൽ ഇതിൽ വഴറ്റുന്ന കൂടെ ഇട്ട് വഴറ്റണം. പൊടി വഴറ്റുന്ന കൂടെ ഇട്ട് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ചുറ്റിച്ച് വെക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് നോക്കണം. ഒരല്പസമയം കൂടെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പം നമ്മളൊരു 10-12 മിനിറ്റ് ആയി മീൻ തിളച്ച് കഴിഞ്ഞ് വെച്ചിട്ട് ഇനി ഒന്ന് നോക്കാം. നമ്മുടെ മീൻ വെന്ത് ചാറ് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം പച്ചക്കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. പച്ചവെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞ് നമ്മളൊരു 3 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. അത് തേങ്ങായും തേങ്ങാപ്പാലും ചേർക്കാത്ത നല്ല കൊഴുപ്പോട് കൂടിയ ചാറുള്ള അയിലക്കറി റെഡിയായി. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചോറിന് ഏറ്റവും നല്ലൊരു കറിയാണിത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.